അതെ, ഇങ്ങനെ ചായ ഇങ്ങനെ ആട്ടിക്കൊടുക്കാതെ തിളക്കത്തില്ല കേട്ടോ. ആ ക്രാഷ് കോഴ്സും എവിടെയും കൊണ്ടേ പറയാത്തത്. ടോം, ബിസ്ക്കറ്റ് ഒന്നും ഇരിപ്പില്ലേ? ബിസ്ക്കറ്റ് ഉണ്ട്. അതെ ടോം, പിന്നെ ആ ചിരി കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വശപ്പശക്കാണ്. ഇറക്കി വിട്, പറ. എൻ്റെ ഓഫീസിലെ ഞാനൊരു MD നെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഓ MD അല്ല, മറ്റേ ഒലിപ്പിരി തണ്ടി. അയാൾ എന്റെ പുറകിന് ഇതുവരെ മാറിയിട്ടില്ല ടോം. ശരി, സത്യം. നീ പറഞ്ഞില്ലേ നിന്റെ കെട്ട് കഴിയാണെന്ന്? അപ്പൊ അവന്റെ സൂക്കടങ്ങ് തീരുമായിരുന്നല്ലോ. അയ്യോ, എന്റെ കെട്ടുകാരി കാര്യം ഓഫീസിൽ ആർക്കും അറിയത്തില്ലെന്നേ. അല്ല, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുവോ? എന്നെ കണ്ടോന്ന് കെട്ടിയതാണെന്നും പറഞ്ഞ വിശ്വസിക്കുമെന്ന് ആരെങ്കിലും? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കണേ. ആ കൊച്ചുകുട്ടിയെ പോലെയല്ലേ ഇരിക്കണേ? കൊച്ചുകുട്ടിയല്ലല്ലോ, പറയണം അങ്ങോട്ട്. ഞാൻ ഇതുവരെ ഓഫീസിൽ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞാണെന്ന്. ഇതൊക്കെ ഒരു രസമല്ലേ? ഇതിനകത്ത് എന്ത് രസമാണ് ഇരിക്കണത്? അതങ്ങ് പറഞ്ഞാൽ അങ്ങ് തീരുമല്ലോ. അവന്റെ സൂക്കേട് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ അയാൾ എവിടം വരെ പോകും നമുക്കറിയാലോ. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അപ്പൊ സൊല്യൂഷൻ നോക്കാം. ഇതാണ് നിന്റെയൊക്കെ പ്രശ്നം. എന്തെങ്കിലും പ്രശ്നം മരണവരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? ഇത് ആദ്യം പറഞ്ഞാൽ അവിടെ വെച്ചാൽ പ്രശ്നം അങ്ങ് തീരുമല്ലോ. പറയാൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിലും ഭർത്താക്കന്മാരുടെ ടെൻഷൻ വല്ല പെമ്പിളർക്ക് അറിയാമോ? എന്റെ പൊന്നു ടോമി, ടോം എന്നാത്ത നീ കിടന്ന് മല കയറുന്നത്? എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം ടോം ഏതോ 2 പെമ്പിളരെ വായി നോക്കിയത് വലിയ അഭിമാനത്തോടെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ടോം ആലോചിച്ചോ? ഇല്ലല്ലോ. ഇന്നിപ്പോ എന്നെ ഒരാൾ വായി നോക്കിയെന്ന് പറയുമ്പോ ടോം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ചില കാര്യങ്ങള് വളരെ നൈസായിട്ട് ഡീൽ ചെയ്യണം കേട്ടല്ലോ. അല്ലാതെ തന്ത്രമായി പഠിക്കല്ലേ വേണ്ടത്.